സ്വർഗത്തിൽ മനുഷ്യൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരവസ്ഥയുണ്ട്. സ്വർഗാവകാശികൾ അവിടെ വസിക്കൽ തുടങ്ങിയാൽ, സ്വർഗത്തിൽ വസിക്കൽ തുടങ്ങിയാൽ, എല്ലാവരും സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ, അതായത് നരകത്തിൽ നിന്ന് മോചനവും കഴിഞ്ഞിട്ടാണ് കേട്ടോ. സ്വർഗത്തിലേക്ക് നമ്മൾ കടന്ന ശേഷം പിന്നെ നരകമോചനം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിൽ നരകമോചിതരാകുന്ന ഒരുപാട് സൃഷ്ടികളുണ്ട്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽപ്പെട്ടവർ തന്നെ ഒരുപാട് സൃഷ്ടികൾ നരകത്തിൽ പോയിട്ടുണ്ട്. നിർബന്ധമായിട്ടും നരകത്തിൽ പോയവരിൽ ചിലരാണ് ആത്മഹത്യ ചെയ്തവർ. സ്വയം കുത്തിയും സ്വയം കഴുത്തിൽ കയറിട്ടും വിഷം കുടിച്ചും ജീവിതത്തിൻ്റെ വിഷമങ്ങൾ സഹിക്കവയ്യാതെ മരിച്ചു പോയവർ, അവർ തീർച്ചയായിട്ടും നരകത്തിൽ കടക്കണം. എന്നിട്ട് നരകത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് മലക്കുകൾ അവരെ കൊണ്ടുപോയി ഒരു നദിയിൽ കുളിപ്പിക്കണം. ഒരു നദിയിലേക്ക് അറുത്തിട്ട് അവർ നദിയിലേക്ക് എറിയപ്പെടും. ആ നദിയിൽ നിന്ന് ഒരാടിൻ്റെ കോലത്തിൽ അവരെ ആക്കിയിട്ടാണ് അറുക്കുക. ആടിൻ്റെ കോലത്തിലാണ് നരകത്തിൽ നിന്ന് അവരെ മോചനം ചെയ്ത ശേഷം അവരുണ്ടാവുക. അങ്ങനെ ആടിൻ്റെ കോലത്തിൽ അറുത്തിട്ട് അവരെ നദിയിലേക്ക് എറിയപ്പെടുകയും നദിയിൽ നിന്ന് അവർ കയറി വരുമ്പോൾ മനുഷ്യരൂപത്തിൽ, നല്ല ഒരു മനുഷ്യരൂപത്തിൽ കയറി വരികയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആത്മഹത്യ ചെയ്തവരെ നിങ്ങൾ കാഫിറാക്കരുത് കേട്ടോ, കുറ്റം പറയരുത്. അവർ അക്ഷമരായിക്കൊണ്ടാണ് അത് ചെയ്തത്. അതുകൊണ്ട് അവർ നരകമല്ല, സ്വർഗാവകാശികൾ തന്നെയാണ്. പക്ഷേ അവർ നരകത്തിൽ കടക്കാതെ പോവുകയില്ല. നരകത്തിൽ കടന്ന് ശുദ്ധിയാക്കിയ ശേഷമേ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് നമ്മൾ ഭൂമിയിലെത്തിയത്? നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? മനുഷ്യൻ എന്ന സമൂഹം, മനുഷ്യൻ എന്ന സൃഷ്ടി ഭൂമിയിലെത്തിയത് എങ്ങനെയാണ്? ഹവ്വാ ബീവിയുടെ ആ പഴം തിന്നലാണ് കാരണമുണ്ടായത് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതിന് മുമ്പല്ലേ ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചത്? ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ച ശേഷം ആദം നബി അലൈഹി സ്വലാമിൻ്റെ മുതുകിൽ നിന്ന് ലോകത്ത് ഉണ്ടാകാൻ പോകുന്ന സർവ്വരെയും അല്ലാഹു തആല സ്വർഗത്തിൽ ഹാജരാക്കിയില്ലേ? അപ്പോൾ ഒരിക്കൽ സ്വർഗത്തിൽ ഹാജരായവരാണ് നമ്മളൊക്കെ, എല്ലാവരും സ്വർഗത്തിൽ ഹാജരാക്കി. അങ്ങനെ ഹാജരാക്കിക്കൊണ്ട് മുതുകിൽ നിന്ന് പുറപ്പെടുവിച്ചു മനുഷ്യക്കോലമാകാൻ, അവരുടെയൊക്കെ മനുഷ്യരാവാൻ അല്ലാഹു തആല കൽപ്പിക്കുകയും ആദമിൻ്റെ എല്ലാ മക്കളെയും ഇടത്തൊരു ഭാഗം വലത്തൊരു ഭാഗം ഇങ്ങനെ നിറഞ്ഞു നിന്നു. അവരോട് ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ചോദിച്ചു. അവർ സമ്മതിച്ച് പറഞ്ഞു. അതിനുശേഷം സുജൂദ് ചെയ്യാൻ പറഞ്ഞു. സുജൂദ് ചെയ്തു. ചിലർ സുജൂദ് ചെയ്യാതെ നിന്നു, ചിലർ പകുതി സുജൂദ് ചെയ്ത്, ചിലർ സുജൂദ് ചെയ്തിട്ട് അപ്പം തന്നെ ഉയർന്നു, ചിലർ സുജൂദ് ചെയ്യണോ വേണ്ടയോ എന്ന് സംശയിച്ചു, ചിലർ സുജൂദിലേക്ക് പോയിട്ട് ചെയ്യാതെ തിരിച്ച് ഇരുത്തത്തിലേക്ക് തന്നെ വന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിലുണ്ടായി. അതൊക്കെ ഭൂമി ലോകത്ത് മനുഷ്യൻ ജീവിക്കുമ്പോൾ യഥാർത്ഥ മുസ്ലിമും യഥാർത്ഥമല്ലാത്ത മുസ്ലിമും, ഇങ്ങനെ മുസ്ലിങ്ങളിൽ തന്നെ നല്ലൊരു വിഭാഗങ്ങൾ ഉണ്ടാകും, വിശ്വാസികളും അവിശ്വാസികളുമായിട്ട്. അങ്ങനത്തെ ഇടനിലക്കാരും കപടവിശ്വാസികളും ഒക്കെ ആ പരമ്പരയിൽ നിന്ന് ഉണ്ടാകുന്നവരാണ്. ഏതായാലും അതൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്താണെന്നറിയോ? ഈ ആത്മഹത്യ ചെയ്ത ആളുകളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? അല്ലാഹു തആല ഈ ആളുകളെ എല്ലാവരെയും മുതുകിൽ നിന്ന് പുറപ്പെടുവിച്ചു, എന്നിട്ട് മുതുകിലേക്ക് തന്നെ മടക്കുകയും ചെയ്തു. പിന്നീടും ആദം അങ്ങനെ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. സ്വർഗത്തിലുള്ള എന്ത് കണ്ടിട്ടും ആദമിന് എന്താവുന്നില്ല, ഒരു തൃപ്തിയാവുന്നില്ല. അങ്ങനെയാണത്രേ ബുഖാരി മുസ്ലിമിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്നറിയോ? സ്വർഗാവകാശികൾ അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹത്തോടു കൂടി ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്ന മനുഷ്യരുണ്ടാകും. ആ മനുഷ്യർ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ, നദികൾ, സ്വർണ്ണമുത്തുകൾ കൊണ്ട് ഉള്ള മലകൾ, വീടുകൾ, അതുപോലെ മുത്തും പവിഴവും, അങ്ങണ്ട് എന്താ പറയുക, പൂവും പവിഴവും സ്വർണവും മുത്തും തിളക്കവും ഭംഗിയും, ഇത് മാത്രം സ്വർഗത്തിൽ. കസ്തൂരി മണക്കുന്ന മണ്ണ്, ഇവിടുത്തെ മണ്ണിൻ്റെ മണല്ലേ, കസ്തൂരി മണക്കുന്ന മണ്ണ്, രത്നങ്ങളും മുത്തുകളും കല്ലുകൾ. ഇങ്ങനത്തെ ഒരവസ്ഥയിൽ സ്വർഗത്തിൽ കടന്നിട്ട് അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യന്
ഞാൻ പറയുന്നത് ഇതല്ല കേട്ടോ, ആത്മഹത്യക്കാരെ പോയിന്റ് തന്നെയാണ് പറയുന്നത്, അതന്നെയാണ് ഈ പറയുന്നത്. ഇനി അതെല്ലാം നിങ്ങൾ സംശയിക്കേണ്ട. ഏതായാലും ഇതൊക്കെ കണ്ടിട്ടും ഈ അള്ളാഹുവിനെ കാണണമെന്ന് ഭൂമിയിൽ നിന്ന് ആഗ്രഹിച്ച് മരിച്ചു പോയവർ, അവർക്ക് ഇതൊന്നും കണ്ടിട്ട് ഒരു ഉഷാറ് തോന്നില്ല. പിന്നെ അവരാഗ്രഹിച്ചത് തൻ്റെ നാഥനെ കാണണമെന്ന. അങ്ങനെ അവർ സ്വർഗത്തിലൂടെ ഇങ്ങനെ ഉലസി നടക്കുമ്പോൾ അവർക്കുള്ള കൊട്ടാരങ്ങളും ഭവനങ്ങളൊക്കെ സ്വർഗത്തിലുണ്ടാകും. പക്ഷെ അതൊന്നും അവർക്ക് താല്പര്യമാകുന്നില്ല. അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്വർഗത്തിൽ ഈ നരകമോചനമൊക്കെ കഴിഞ്ഞ ശേഷം അതാ ഒരു കാറ്റടിക്കുന്നു. ആ കാറ്റിൽ കസ്തൂരിയുടെ മണം വമിക്കുകയാണ്. ആകെ നിറഞ്ഞിരിക്കുന്നു, സ്വർഗലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അതാ ആ കാറ്റിൽ എല്ലാവരും ഏതോ ഭാഗത്തേക്ക് എത്തുന്നു. അള്ളാഹുവിൻ്റെ സന്നിധി, അള്ളാഹു ഉദ്ദേശിച്ച ഭാഗത്തേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് അള്ളാഹുവിനെ കാണും. അള്ളാഹുവിനെ കാണുമ്പോൾ അവർക്ക് അള്ളാഹുവിനെ കാണാൻ സമയത്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു കാറ്റടിക്കുമ്പോൾ ആ കാറ്റിൽ അവരങ്ങോട്ട് എത്തുകയാണ്. അങ്ങനെ അള്ളാഹുവിനെ കാണുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത ഒരു ലഹരി ബാധിക്കും. മാത്രമല്ല ഒരാൾക്കൊരാളെ കാണാൻ പറ്റാത്ത രീതിയിൽ പ്രകാശം ഇങ്ങോട്ട് നിറഞ്ഞു നിൽക്കും. അതിൻ്റെ ഉദാഹരണം, ടോർച്ചടിക്കുമ്പോൾ നമുക്ക് വെളിച്ചം കുത്തുന്ന ആൾക്ക് കാണാൻ പറ്റില്ല അല്ലേ? കണ്ണിൽ പതിക്കുമ്പോൾ ടോർച്ച് അടിക്കുന്ന ആൾക്ക് അപ്പുറത്ത് നിൽക്കുന്നവരെ കാണാം, ടോർച്ച് അടിക്കുന്ന ആളെ ഇങ്ങോട്ട് കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അപ്പോൾ ആ വെളിച്ചം. എന്നാൽ അങ്ങനെയല്ല, അള്ളാഹുവിനെ കാണുന്നത് എങ്ങനെയാണ്? ഈ പ്രഭ ഇങ്ങോട്ട് വന്നിട്ട് ആകെ എല്ലാവരും മൂടിക്കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ കാണാൻ പറ്റില്ല. പക്ഷേ ആകാശത്തിൽ ചന്ദ്രനെയും നക്ഷത്രത്തെയും തെളിഞ്ഞ് കാണുന്നത് പോലെ അള്ളാഹുവിനെ കാണാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് കിതാബുകൾ എടുത്ത് നോക്കിയാൽ കാണാം. അപ്പോൾ ഇപ്പോഴും ആത്മഹത്യ ചെയ്തവരിലേക്ക് എത്തിയില്ല അല്ലേ? എത്തൂല. എത്തണമെങ്കിൽ ഇനിയും പറയാനുണ്ടേ. അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിലെത്തിയത്. അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഈ ആദം നബി അലൈഹി ഇസ്ലാമിനെ പടച്ചു, സൃഷ്ടികളെല്ലാം അവിടെ ഹാജരാക്കി, സുജൂദ് ചെയ്യിപ്പിച്ചു, മുതുകിലേക്ക് തന്നെ മടക്കി. എന്നിട്ട് അതിന് ശേഷം പിന്നെയും ആദം ആ സ്വർഗത്തിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആദമിന് വല്ലാത്തൊരു വൈമനസ്യം, മനസ്സിനൊരു സുഖമില്ല, ഒരു ഉഷാറ് പോരാ. സ്വർഗത്തിൽ എന്ത് കണ്ടിട്ടും മൂപ്പർക്ക് മതിയാവുന്നില്ല. ഒരു വിരസത, ഒറ്റയ്ക്കല്ലേ. അപ്പോൾ നമ്മൾ സ്വർഗാവകാശികൾ സ്വർഗത്തിൽ കടന്നാൽ ഒറ്റക്കാവില്ല. അപ്പോഴും അല്ലാഹു തആല ഒരു പരിഹാരം കാണിക്കുന്നുണ്ട്. ഏതായാലും ഒറ്റയ്ക്കല്ലേ. അപ്പോൾ ആണ് ഒരു ദിവസം ഹവ്വ ബീവിയെ സൃഷ്ടിക്കുന്നത്. 7-ാം ദിവസമാണെന്ന് പറയുന്നുണ്ട് ഹവ്വ ബീവിയെ സൃഷ്ടിക്കുന്നത്. ഹവ്വ ബീവി ഉയർത്തെഴുന്നേറ്റു. ഹവ്വ ബീവിയെ തൊടാൻ, സ്പർശിക്കാൻ ചെന്നപ്പോൾ അരുതെന്ന് അല്ലാഹു തആല ആജ്ഞാപിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ ശബ്ദം ആദം കേൾക്കുന്നത് ആദ്യമായിട്ടുള്ള ശബ്ദമാണ്. ആദമിന് അതെന്തില്ല, പുതുമയില്ല. അവിടെ തൻ്റെ സൃഷ്ടാവിൻ്റെ ശബ്ദമാണ്. നമ്മൾ ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടി ആദ്യം കേൾക്കുന്നത് ഉമ്മാൻ്റെ വാപ്പാൻ്റെയൊക്കെ ശബ്ദം, ബാങ്കിൻ്റെ ശബ്ദമൊക്കെയാണല്ലോ. അപ്പോൾ വേറെ ഒരു ശബ്ദം പുതുതായിട്ട് കേൾക്കുമ്പോൾ, നേരെ മറിച്ച് നമ്മളിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു അത്ഭുത ശബ്ദം പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാകും. ഇതൊന്നുമില്ല. അങ്ങനെ അരുതെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് മഹർ കൊടുക്കണം അവൾക്ക്, അല്ലാതെ നിനക്ക് അവളെ തൊടാൻ പറ്റൂല എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇസ്ലാം ഭൂമിയിൽ നടപ്പാക്കിയത്. ഒരു സ്ത്രീയെ തൊടണം എന്നുണ്ടെങ്കിൽ അവൾക്ക് മഹർ കൊടുക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. അത് ഏറ്റവും നല്ല നീതിയാണ്, ഏറ്റവും നല്ല നീതിയാണ്. അവളിൽ നിന്ന് സ്നേഹവും അവളിൽ നിന്ന് സുഖവും അവളിൽ നിന്ന് സന്തോഷവും കൈപ്പറ്റാൻ വേണ്ടി, സ്വന്തമാക്കാൻ വേണ്ടിയാണ് നമ്മൾ തൊടുന്നത്, സ്പർശിക്കുന്നത്. എന്തിനാണ്? അവളിൽ നിന്നുള്ള സുഖം നമ്മളിലേക്ക് കയറുവാൻ വേണ്ടി അല്ലേ? അപ്പോൾ അതിന് നമുക്കൊരു സമ്മതം വേണം. ആ സമ്മതപത്രം ഇതൊന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യം. ഞാൻ നമ്മുടെ ആത്മഹത്യയിലേക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ ആദമിന് അങ്ങനെ ഹവ്വ ബീവിനെ സൃഷ്ടിച്ചു. ഹവ്വ ബീവി എന്ത് ചെയ്തു? പഴം പറിച്ചു അല്ലേ? ഹവ്വ ബീവി എന്ത് ചെയ്തു? പഴം പറിച്ചു. പഴം ഇറക്കിയപ്പോൾ അവർക്ക് എന്ത് കിട്ടി? മൂത്രം ഒഴിക്കാനും കാഷ്ടിക്കാനും ഒക്കെ തോന്നി. വയറിന് വേദനയുണ്ടായി, വയറിൻ്റെ അകത്ത് അങ്കലാപ്പുകളുണ്ടായി. മാത്രമല്ല മെൻസസിൻ്റെ അവസ്ഥ വരേക്കും എത്തി.
മെൻസസ്സൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ ഉണ്ടായപ്പോൾ ഉടനെ തന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അള്ളാഹു ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും, ഉണ്ടാകാൻ പോകുന്ന എല്ലാവരെയും ആദമിൽ നിന്ന് പുറത്തേക്ക് വരുത്തിയതാണ്. ആ മനുഷ്യരെ അങ്ങോട്ട് മടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെയാണ് ഹവ്വാ ബീവിയെ സൃഷ്ടിക്കുന്നത്. ഈ ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചിട്ട് പിന്നെ എന്താക്കി? സ്വർഗത്തിൽ നിന്ന് പുറത്താക്കേണ്ട ഒരവസ്ഥയുണ്ടായി. ഇതെന്താണ്? ഇത് അള്ളാഹു ഉദ്ദേശിച്ചതാണ്. അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിയെ കൊണ്ടുവരണം എന്ന് ഉദ്ദേശിച്ചപ്പോൾ, മനുഷ്യനെ കൊണ്ടുവരണം എന്ന് ഉദ്ദേശിച്ചപ്പോൾ ചില നീതികൾ അവിടെ നടപ്പാക്കി. ആ നീതികളായിരുന്നു എന്ത്? ഒരു കുറ്റം ചെയ്തിട്ട് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവുക, ഒരു കുറ്റം ചെയ്തതിൻ്റെ പേരിൽ മാത്രം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുക, ആ ഒരു പേരിൽ മാത്രം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഇപ്പം എന്തായി? ആദമിൻ്റെ മുതുകിൽ നിന്ന് പുറപ്പെടുവിച്ച എല്ലാ മനുഷ്യരും ആ ഒരു കുറ്റത്തിൻ്റെ പേരിൽ, ആ പുറത്താക്കലിൻ്റെ പേരിൽ എല്ലാവരും പുറത്തേക്കായി. ഇനി എന്താവും? ഭൂമിയിൽ വന്നാൽ, ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ആദമിൽ നിന്നും ഹവ്വാവിൽ നിന്നും സന്താനങ്ങളുണ്ടാകും. ആ സന്താനങ്ങളുടെ സന്താനങ്ങളൊക്കെ ഭൂമിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവർക്കെല്ലാവർക്കും വരുവാനുള്ള, ഈ ഭൂമിയിലേക്ക് വരാനും അള്ളാഹുവിൻ്റെ സൃഷ്ടി പ്രപഞ്ചത്തെ കാണുവാനും അള്ളാഹുവിൻ്റെ കുദരത്തിനെ ദർശിക്കുവാനും അവന് സുജൂദ് ചെയ്യാനും അവന് തസ്ബീഹ് ചെല്ലാനും വേണ്ടിയാണ് അള്ളാഹു തആല ഇങ്ങനൊരു പണി ചെയ്തത്. അള്ളാഹുവിനെ മനുഷ്യൻ ആരാധിക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ, എൻ്റെ പ്രവൃത്തിയെ മനുഷ്യൻ എന്ന ഒരു സൃഷ്ടി അറിയണം എന്ന് അവൻ ഉദ്ദേശിച്ചപ്പോൾ, മനുഷ്യരെന്നൊരു സമൂഹത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു തആല എന്തെല്ലാം സംവിധാനങ്ങളാണ് ഉണ്ടാക്കിയത് എന്നറിയോ നിങ്ങൾക്ക്? അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരു സംഭവവും ഇവിടെ ഉണ്ടാകുന്നില്ല. നീ ഒരാളെ പ്രേമിച്ചു, അല്ലെങ്കിൽ നിൻ്റെ പെങ്ങളൊരാളെ പ്രേമിച്ചു, അവൻ പ്രേമിച്ചു എന്ന് മാത്രമല്ല, അവൻ വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ അവൻ ഇട്ടേച്ച് പോയി. അപ്പോൾ ഇവൾ ആത്മഹത്യ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ നിന്റെ ചാരിത്രം മറ്റൊരാൾ കവർന്നെടുത്തു, നീ ആത്മഹത്യ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ദുഃഖം വന്നു, നീ ആത്മഹത്യ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. കാരണം അല്ലാഹു തആല ഉദ്ദേശിച്ചതാണത്. അപ്പോൾ പിന്നെ നീ എന്താണ് ഉദ്ദേശിക്കേണ്ടത്? നീ ഉദ്ദേശിക്കേണ്ടത് എന്നിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് എനിക്കറിയില്ല, എൻ്റെ റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ. എല്ലാം ഞാൻ തവക്കൽതു അലല്ലാഹ്, എല്ലാം അള്ളാഹുവിലേക്ക് ഞാൻ വിട്ടിരിക്കുന്നു. വരുന്നതിനെല്ലാം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വരുന്നതിന് മാപ്പ് ചോദിക്കുകയും എനിക്ക് അവൻ തരുന്നതിന് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും ഞാൻ ചെയ്യും എന്ന ഒരു മനസ്സുറപ്പ് നിനക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ രക്ഷപ്പെടും, കഷ്ടപ്പെടുകയില്ല. ഇനി നീ പ്രേമം പേഴ്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ചാരിത്രം നഷ്ടപ്പെട്ടത് കൊണ്ടോ, അല്ലെങ്കിൽ ജീവിക്കാൻ ദാരിദ്ര്യം വന്നതുകൊണ്ടോ, കടം വന്നതുകൊണ്ടോ നീ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ നീ ശിക്ഷിക്കപ്പെടൽ നിർബന്ധമാണ്. കാരണം എന്താണെന്നറിയോ? സ്വർഗത്തിൽ നിന്ന് ഹവ്വാ ബീവി നല്ലപോലെ ജീവിക്കുമ്പോൾ അവിടെ നിന്ന് ആ പഴം തിന്ന് അപ്പോൾ എന്തായി? അവർക്ക് രണ്ടുപേർക്കും ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ഭൂമി എന്ന ബർസക്കിലേക്ക്, ഖബറിലേക്ക് അവരെ അയക്കപ്പെട്ടു. ഭൂമി ഒരു ഖബറാണ്. ഭൂമിയിൽ നിന്ന് മരിച്ചാൽ കുയ്യിലേക്ക്, സ്വർഗത്തിൽ നിന്ന് പിഴച്ചാൽ ഭൂമിയിലേക്ക്, സ്വർഗത്തിൽ നിന്ന് പിഴച്ചവർ ഭൂമിയിലേക്ക്, ഭൂമിയിൽ നിന്ന് മരിച്ചവർ കുയ്യിലേക്ക്. ഇങ്ങനത്തെ ഒരവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മളുടെ കുഴപ്പമാണ്. നമ്മൾ അള്ളാഹുവിനെ കാത്തിരിക്കുക, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക. എനിക്കത്രേ പറയാനുള്ളൂ. എൻ്റെ ഈ കലിമ ചാനലിലൂടെ നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരണം, എൻ്റെ അറിവുകൾ പറഞ്ഞു തരണം എന്ന് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഈ കലിമ ചാനൽ ഞാൻ തുടങ്ങിയതും. കാരണം ഒരു വാക്ക്, വിശ്വാസത്തെക്കുറിച്ച് ഒരു വാക്ക്, അമലിനെക്കുറിച്ച് ഒരു വാക്ക്, പരിശുദ്ധ ഖുർആനിനെക്കുറിച്ച് ഒരു വാക്ക് ഇങ്ങനെ പറയുമ്പോൾ എനിക്കതിൽ പുണ്യം കിട്ടും. നിങ്ങൾ ഇത് പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾക്കും പുണ്യം കിട്ടും. അതുകൊണ്ട് എൻ്റെ മക്കളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുകയും ചെയ്യുക. അതാണ് അള്ളാഹുവിന് ഇഷ്ടം.
അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തികൾ ചെയ്യുക, അള്ളാഹു തന്നതിൽ നിങ്ങൾ ശുക്ർ ചെയ്യുക, അള്ളാഹു നൽകിയ ശിക്ഷയിൽ വേദനയിൽ നിങ്ങൾ ക്ഷമിക്കുക, അള്ളാഹുവിനോട് നിങ്ങൾ തൗബ ചെയ്യുക. ഇത് മാത്രമാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ ഉപദേശം നിർത്തുകയാണ്. ഇനിയും എനിക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുപാട് വിഷയങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ നമ്മുടെ ചാനലിലൂടെ ഞാൻ വിടും. എനിക്ക് നമ്മുടെ പുതിയങ്ങാടി നേർച്ചയ്ക്ക് ആന ചവിട്ടി ഒരു പയ്യന് മരിച്ചു എന്നോ എന്തോ കേട്ടു, അറിഞ്ഞില്ല. ഏതായാലും ആന ചവിട്ടി, ആന അതിനെ ഉപദ്രവിച്ചു. അപ്പോൾ പുതിയങ്ങാടി ആ നേർച്ചയെക്കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയും. ഇപ്പോൾ എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ചായിരുന്നു പറയാനുണ്ടായിരുന്നത്. അത് നിങ്ങൾ കേട്ടു. അൽഹംദുലില്ലാഹ്. ജസാക്കല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.